ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മഞ്ഞുമൽ ബോയ്സ്, ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഭ്രമയുഗം എന്നീ രണ്ട് സിനിമകളുടെ ഏറ്റവും പുതിയ കേരള യഥാർത്ഥ ഗ്രോസ് കളക്ഷൻ, ഒപ്പം തന്നെ രണ്ട് സിനിമകളുടെയും ബഡ്ജറ്റ് റിപ്പോർട്ട് തുടങ്ങിയ അപ്ഡേറ്റുകളാണ് വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ മാസം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകൾ ഏറ്റവും മികച്ച ഹൈപ്പ് നേരിടുത്ത് തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും മികച്ച പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേരിടുത്ത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ തരംഗം തിയേറ്ററുകളിൽ സൃഷ്ടിക്കുന്ന സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. ഇന്നലെ ശനിയാഴ്ച വമ്പൻ ബുക്കിംഗ് നേരിടുത്ത സിനിമയുടെ 3 ദിവസത്തെ കൃത്യമായ കേരള ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വരുമ്പോൾ 10 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ പ്രതീക്ഷ 4 കോടി സിനിമ ടച്ച് ചെയ്തില്ലെങ്കിൽ പോലും 3 കോടി 95 ലക്ഷമാണ് സിനിമയുടെ 3-ാം ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ. അങ്ങനെ ആദ്യ ദിവസം 3 കോടി 35, രണ്ടാം ദിവസം 3 കോടി 30, 3-ാം ദിവസം 3 കോടി 95 ലക്ഷം എന്നിങ്ങനെ കളക്ഷൻ നേരിടുത്ത സിനിമ 10 കോടി 60 ലക്ഷം ഗ്രോസ് കളക്ഷനിലേക്കാണ് വെറും 3 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ എത്തപ്പെട്ടിരിക്കുന്നത്. ഇനി മഞ്ഞുമൽ ബോയ്സിന്റെ ബഡ്ജറ്റ് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ പ്രതീക്ഷിച്ച പോലെ 10-15 കോടി റേഞ്ചിൽ തന്നെയാണ് സിനിമയുടെ ബഡ്ജറ്റ്. യഥാർത്ഥ ബഡ്ജറ്റ് 14 കോടി 50 ലക്ഷം രൂപയാണ്. ഈ ബഡ്ജറ്റ് വന്നിരിക്കുന്നത് സിനിമയുടെ ചിത്രീകരണ നിർമ്മാണ ചെലവ് മാത്രമല്ല, പ്രിന്റിംഗ് ആൻഡ് പബ്ലിസിറ്റി ഉൾപ്പെടെയാണ് 14 കോടി 50 ലക്ഷം എന്ന് എടുത്തു പറയട്ടെ. അപ്പോൾ ഏകദേശം 30-32 കോടി വേൾഡ് വൈഡ് കളക്ഷൻ സിനിമ നേരിടുത്താൽ തിയേറ്ററുകളിലെ സിനിമ വിജയിക്കും. അത് ഇന്ന് ഞായറാഴ്ചയോടെ സിനിമ നേരിടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. 35 കോടി രൂപയ്ക്ക് മുകളിലേക്ക് 4 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കൃത്യമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. ഇനി ഭ്രമയുഗത്തിലേക്ക് വരികയാണെങ്കിൽ മമ്മൂട്ടിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കൂടിയായ ഭ്രമയുഗം എന്ന സിനിമയുടെ ബഡ്ജറ്റ് എത്ര എന്ന് ഒരുപാട് പ്രേക്ഷകർ എല്ലാ വീഡിയോകളിലും ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ അന്യഭാഷ നിർമ്മാണ കമ്പനി നിർമ്മിച്ച പാനന്തൻ സിനിമയുടെ ബഡ്ജറ്റ് റിപ്പോർട്ടെല്ലാം തന്നെ സിനിമയുടെ റിലീസിന് മുന്നേ പ്രേക്ഷകരെ അറിയിച്ചതാണ്. അതും സിനിമയുടെ പ്രൊഡ്യൂസർ നിർമ്മാതാവ് പറഞ്ഞ ഫിഗേഴ്സ് തന്നെയാണ് പ്രേക്ഷകരെ അറിയിച്ചത്. 27 കോടി 73 ലക്ഷം രൂപയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ് സിനിമയുടെ നിർമ്മാതാവ് ചക്രവർത്തി രാമചന്ദ്ര അറിയിച്ചിരിക്കുന്നത്. അത് പബ്ലിസിറ്റി കൂട്ടാതെയുള്ള ബഡ്ജറ്റ് ആണെന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. പബ്ലിസിറ്റി എന്ന് പറയുമ്പോൾ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾക്ക് വേണ്ടിയുള്ള എക്സ്പെൻസ് ആണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് വഴിനീളെ കാണുന്ന ഹോർഡിങ്സ്, ഒപ്പം തന്നെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെലവായ തുക. അതായത് മമ്മൂട്ടിയും അണിയറ പ്രവർത്തകരെല്ലാം തന്നെ അബുദാബിയിലടക്കം എത്തി സിനിമയ്ക്ക് വേണ്ടി പ്രൊമോഷൻ നടത്തിയിരുന്നുവല്ലോ. കേരളത്തിൽ വലിയ കാര്യമായിട്ട് പ്രൊമോഷൻ നടത്തിയില്ല, പ്രസ് മീറ്റിൽ മാത്രം തീർന്നു. എങ്കിൽ പോലും അങ്ങനെയുള്ള പ്രൊമോഷൻ വഴിയുള്ള എക്സ്പെൻസ് ആണ് ഈ ബഡ്ജറ്റ് ഫൈനൽ ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുക. അപ്പോൾ 30 കോടി ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഒരു അനുമാനം. അപ്പോൾ 30 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ഭ്രമയുഗം അങ്ങനെ 50 കോടിയിലേക്ക് ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ഭ്രമയുഗത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.